ആകേണ്ടി വരും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അടുക്കടുക്കായി പറയേണ്ടി വരും. പോട്ടെ, നമുക്കൊന്ന് വായിക്കാമല്ലോ. വായിച്ചേ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കോണ്ടസ്റ്റ് പറയുന്നില്ല, പശ്ചാത്തലം, ഓരോ വാക്യങ്ങൾക്കും പശ്ചാത്തലമുണ്ട് വേദപുസ്തകത്തിൽ. ഞാൻ ഒറ്റ വാക്കിലൊന്ന് പറയാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം പൗലോസ് സഭയെ തല്ലുകയായിരുന്നു. എങ്ങനെയാ തല്ലുന്നറിയോ? സഭയ്ക്കകത്തുണ്ടായ അനുസരണക്കേട് നിമിത്തം. എന്താ? ഡിവിഷൻ, ഭിന്നത, പിണക്കം, ജാരശങ്ക, ദുർനടപ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം മുതൽ ഇങ്ങനെ പരാമർശിച്ച് വരികയാണ്. അതിനെ വാക്കുകൾ കൊണ്ട് പൗലോസ് തല്ലിയ അനന്തരം 2-ാം അധ്യായത്തിൽ പൗലോസ് ഒരപ്പനാണല്ലോ. പൗലോസിനെ നമ്മൾ വേദപുസ്തകത്തിന് എടുത്തു പറയണം. പൗലോസ് അധ്വാനിച്ച് നടത്തിയ, പുലർത്തിയ, വളർത്തിയ ഒരു സഭ ഏതെന്ന് ചോദിച്ചാൽ കൊരിന്തിലെ സഭയാണ്. കാര്യം അത്രയ്ക്ക് അധപതിച്ച പട്ടണത്തെയാണ് പൗലോസ് ഈ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അത് വേറൊരു ചരിത്രമാണ്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇവരെ തല്ലിക്കഴിഞ്ഞിട്ട് പൗലോസ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുകയാ, നിങ്ങളെ ഞാൻ തല്ലിയത് ഞാനൊരു അപ്പനാകുന്ന കൊണ്ടാണ്. എബ്രായ ലേഖനം പഠിക്കണം. എബ്രായ ലേഖനത്തിൽ ഒരു പദമുണ്ട്. അപ്പം തല്ലുന്നില്ല എങ്കിൽ എന്താ? മകന് ദോഷം വരും. പക്ഷേ തിരിച്ച് നിങ്ങൾ ചിന്തിച്ചേ, പിതാവായ ദൈവം നമ്മളെ തല്ലണമെന്ന് ചോദിച്ചാൽ തെറ്റുള്ളിടത്തോളം കാലം ദൈവം തല്ലാൻ അനുവദിക്കത്തന്നെയണം. ഇല്ല എങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്ന പദമുണ്ട്. എന്താ പറയുന്നറിയാവോ? അവൻ കൗലിടയനായിരിക്കും എന്നാണ് പറയുന്നത്. സ്വതന്ത്രം. ഇംഗ്ലീഷിൽ നല്ല പദമാണ് KJV ബൈബിൾ കൊടുത്തേക്കുന്നത്. കൗലിടയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്നറിയാം. ഇനി അതിനകത്ത് ഞാൻ ഇനിയും പറയുന്നില്ല. അപ്പനില്ല എന്നാണ് പൗലോസ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. സ്വതന്ത്രം. അപ്പോൾ തല്ല് കിട്ടിയെങ്കിൽ മാത്രമേ മകന് ജീവിക്കാൻ പറ്റൂ, മകൻ വളരൂ, മകൻ അനുഗ്രഹിതനാകൂ, അവൻ ഗുണമുള്ളവനാകൂ. മകനെ ശാസിക്കാതെ പോയാൽ അപ്പൻ വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പ്രസംഗ വിഷയത്തിനകത്ത് ആ ഒരു ഭാഗം വരുന്നതുകൊണ്ട് ഞാൻ അതിനെ എടുത്തു പറയുക തന്നെ ചെയ്യും. പോട്ടെ. അപ്പോൾ ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 3-ാം വാക്യം ഞങ്ങൾ വായിച്ചത്. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. ഏത് അനുസരണമാ? പഴയ നിങ്ങൾ നടന്ന ദുർനടപ്പ്, നിങ്ങളുടെ ജാരശങ്ക, പിണക്കം, ഇതിനെയെല്ലാം മാറ്റി അനുസരണത്തിലേക്ക് നിങ്ങൾ തികഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? എല്ലാ അനുസരണക്കേടുകൾക്കും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. അത് വലിയൊരു ഇന്റർപ്രിട്ടേഷൻ തരുടെ വാക്യമാണ്. പോട്ടെ. അപ്പം ഞാൻ പറയുകയാണ്, ആരെയാണ് അനുസരിക്കേണ്ടത്? ആരെയൊക്കെയാണ് വേദപുസ്തക പ്രകാരം അനുസരിക്കേണ്ടത്? ചിന്തിച്ചേ. ആദ്യത്തെ പടി ആരെയായിരിക്കണം നമ്മൾ അനുസരിക്കേണ്ടത്? ദൈവമക്കൾ എന്ന പദവിക്കകത്ത് നിൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അനുസരിക്കേണ്ട ദൈവത്തെ ആയിരിക്കണം, അല്ലേ? ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ എന്തെല്ലാം ദോഷം വരും, അനുസരിച്ചാൽ എന്തെല്ലാം ഗുണം വരും. അതാണ് ആദ്യത്തെ തികവ്. ഇന്ന് രാത്രി അത് മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. 1, ദൈവത്തെ അനുസരിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് ഏത് യാഗത്തെക്കാളും ശ്രേഷ്ഠമേറെ യാഗമെന്ന് ഷൗമേൽ പഠിപ്പിക്കുന്നു, അല്ലേ? അനുസരിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, സ്തോത്രം. വചനം അറിയാത്തവരുടെ സന്തോഷം കർത്താവിൽ. അപ്പോൾ ഒരു യാഗത്തെക്കാളും, പാസ്റ്റർക്ക് എല്ലാ മാസം കൊടുക്കുന്നതിനെക്കാളും ദശാംശം കൂടുതൽ കൊടുത്താലും കുറച്ച് കൊടുത്താലും ദോഷം വരുമോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ദോഷം വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ, ദൈവത്തിൻ്റെ നിയമം വിട്ട്, വ്യവസ്ഥ വിട്ട് പുറത്തു പോയാൽ, അതിനകത്ത് കിട്ടുന്ന അടി ഒരു ദൈവസഭയ്ക്ക്, ദൈവസഭ എന്ന വ്യക്തിക്ക് അത് വേദനാകരമായി തീരുമെന്ന് ഒരു സംശയമില്ല. തെളിയിക്കാമല്ലോ. 1, ഏദൻ തോട്ടത്തിലേക്ക് നോക്കണം. ദൈവം നല്ല ഭംഗിയിൽ എല്ലാം സൃഷ്ടിച്ചതിന് അനന്തരം മനുഷ്യനോട് പറഞ്ഞു, അനുസരിച്ചാൽ മാത്രം മതി. സ്തോത്രം. കണ്ടോ, സിമ്പിൾ കാര്യമാണ്. ദൈവം ഇവിടെ ഇരിക്കുന്നൊരു ദൂത് പറയാം. നിങ്ങളുടെ തടസ്സങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. obey to the Lord. ദൈവത്തെ അനുസരിച്ചാൽ എത്ര വലിയ പൈശാചികനും വെല്ലുവിളികളും നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാലും അനുസരിക്കുന്നവന്റെ മുൻപിൽ ഒരു മണ്ഡലങ്ങൾക്കും വാതി കെട്ടി നിൽക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം നോക്കുന്നത് നീതിമാനെയാണ്. തെളിയിക്കണോ?
സൊദോമും ഗൊമോറയിലേക്ക് നശിപ്പിക്കാൻ വേണ്ടി ദൂതന്മാർ പോകുമ്പോൾ അബ്രഹാം കയറുന്ന ഒറ്റ ചോദ്യം, ദൈവമേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുമോ? കണ്ടോ, നീതിയുടെ ഭാഗമാണ് അനുസരണം. അനുസരിക്കാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു സംഹാരകനും കയറില്ല. സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട്. ഈ ഭാഗം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു രീതിയിലും വിശ്വാസത്തിൽ വരാൻ സാധ്യതയില്ല. പാഗൻ കൾച്ചറിൽ വളർന്ന, ട്രൈബിൽ വളർന്ന സ്ത്രീയായ, വേശ്യ സ്ത്രീയായ, നമ്മുടെ ജഡ്ജിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്ന വേശ്യ സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ പേര് വിട്ടുപോയി, രാഘാബ് എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങൾ ഒറ്റ വാക്കം നോക്കിയേ. ഇത് പ്രിപ്പറേഷൻ ഉണ്ട്. ഇത് വന്നതിനകത്ത് ഓർമ്മയിൽ വരുന്ന സാധനത്തെ അങ്ങ് തരുക. സ്തോത്രം. എൻ്റെ പ്രിപ്പറേഷൻ എൻ്റെ കയ്യിൽ അടുക്കടുക്കായത് ഇങ്ങനെ ഇരിപ്പുണ്ട്. സ്തോത്രം. അതിലേക്ക് നോക്കാൻ ദൈവാത്മാവിനെ അനുവദിക്കുന്നില്ല. ദൈവാത്മാവിനെ ഇങ്ങനെ കൊണ്ടുപോവുക. സ്തോത്രം. അപ്പോൾ എന്താ ദെബോറയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, രാഘാബിന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്? ജസ്റ്റ് ഒബേ ടു ദ ലോ. എന്തായിരുന്നു ലോ? രാഘാബേ, എങ്ങനെയാ നിനക്ക് രക്ഷ കിട്ടിയേ? രാഘാവ് പറയും, അല്ലയോ യജമാനനെ, എന്നോട് അടുക്കൽ വന്ന ദൂതന്മാർ സ്പൈസ് അവർ ശ്രേഷ്ഠന്മാരാണെന്ന് കണ്ടതുകൊണ്ട് അവരെ ഞാൻ വീട്ടിൽ കയറ്റി. എനിക്കറിയാം നിയമവ്യവസ്ഥ അനുസരിച്ച് എൻ്റെ തല പോകുന്ന വിഷയമാണ്. കണ്ടോ വിശ്വാസത്തിൻ്റെ കരുത്ത് കണ്ടോ? നമ്മളൊക്കെ വിശ്വാസം കൊണ്ട് എത്ര കരുത്താണ് കാണിക്കുന്നത്. രാഘാവ് കാണിച്ച കരുത്ത് ഇല്ലറയല്ല. ജെരീഹോ പട്ടണത്തെക്കുറിച്ച് പഠിക്കണം. കനാനിൽ പല പട്ടണങ്ങളുണ്ടെങ്കിലും അതിൽ ശ്രേഷ്ഠതയുള്ളൊരു പട്ടണമാണ് ജെരീഹോ പട്ടണം. വേറെ ഏതെങ്കിലും പട്ടണത്തെക്കുറിച്ച് ഇങ്ങനെ മതിൽ പണിതായിട്ട് ഇത് എഴുതിയിട്ടുണ്ടോ? എത്ര അടി വീതിയിലാണ്? 15 ഫീറ്റ്, 15 അടി വീതിയിൽ മതിൽ പണിതൊരു പട്ടണം. അപ്പം ഫിനാൻഷ്യലി സ്ട്രോങ്, സൈനിക ബലത്തിൽ സ്ട്രോങ്, രാജകീയ ഭരണത്തിൽ സ്ട്രോങ്. ഇത്രയും മേലെ നിൽക്കുന്ന ഒരു പട്ടണത്തിനകത്തൊരു സ്ത്രീ പറയുകയാ, ഈ 2 ഒറ്റുകാരെ കണ്ടിട്ട് പറയുക, നിങ്ങളുടെ ദൈവത്തിന് എൻ്റെ പട്ടണത്തെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ള സത്യം എനിക്കറിയാം. ആമേൻ. എൻ്റെ പട്ടണത്തിൻ്റെ ബലത്തെക്കാൾ വലുതാണ് നിങ്ങളുടെ ദൈവം. ഞാൻ അറിയുന്നു. പണ്ട് ചെങ്കടൽ കടക്കാൻ നിങ്ങളുടെ മുമ്പിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ മനുഷ്യന് അസാധ്യമായിരുന്ന മേഖലയെ ദൈവം സാധ്യമാക്കി കൊടുത്തത് ഞാൻ അറിഞ്ഞു. ജീസസ്. ചില്ലറ കാര്യമല്ല രാഘാവ് പറഞ്ഞത്. ഇന്നത്തെ പെന്തക്കോസിലെ കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. രാഘാവ് പാഗൻ സമുദായത്തിൽ, പാഗൻ ട്രൈബിൽ വളരുന്ന വേശ്യാസ്ത്രീ പറയുകയാ, പറഞ്ഞ പദം കേട്ടോ, നിങ്ങളുടെ ദൈവത്തിന് സാധ്യമായൊരു കാര്യമായിരുന്നു ചെങ്കടലിൽ വിഭാഗിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മെനി ഗോഡ്സ് ഉണ്ട്, മെനി ദൈവ വിശ്വാസങ്ങളും മെനി ദേവതകളും ദേവന്മാരുമുണ്ട്. അവർക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ദൈവത്തിന് പറ്റും. കണ്ടോ, ഈ കരുത്തുള്ള വിശ്വാസം പ്രഖ്യാപിച്ച രാഘാവ് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ പിടിച്ചടക്കി നശിപ്പിച്ച് തീയിട്ട് കളയാൻ വരുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടെ ഒന്ന് രക്ഷിച്ചേക്കണം. ഇനി ഒരു ദൂതും കൂടെ പറയാം. ഒരാൾ മുഖാന്തരം ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. ഒറ്റയാള്. ഇന്ന് രാത്രി ദൂത് പറയാം, കുടുംബത്തിന് ഒറ്റയ്ക്ക് വിശ്വാസത്തെ വന്നിട്ടുള്ളൂ. നീതിയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, അവൻ കൂടെയുള്ളവർ എത്ര നിങ്ങളെ പഴിച്ചാലും കുറ്റം പറഞ്ഞാലും വിശ്വാസത്തിന്റെ കരുത്ത് ഹൃദയത്തിനകത്തും ആത്മബലത്തിലും ഉണ്ടെങ്കിൽ അവൻ ഏതവനെയും വിശ്വാസത്തിനകത്ത് കൊണ്ടുവരാൻ ദൈവം നിന്റെ കണ്ണുനീരിനെ ആദരിക്കുമെന്നതിന് ഒരു സംശയവുമില്ല. അതിന് തെളിവുണ്ടോ? ഇനിയും തെളിവുണ്ട്. ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇയ്യോബിനോട് നോക്കണം. ഇയ്യോബേ, ആരെക്കുറിച്ചാണ് വേദപുസ്തകം പ്രസ്താവിച്ചിരിക്കുന്നത്? 4 ക്വാളിറ്റി ഇയ്യോബിനെ കുറിച്ച്. നേരുള്ളവൻ, ദോഷം വിട്ടാക്കുന്നവൻ, പറ, ദൈവഭക്തൻ, നിഷ്കളങ്കൻ. ഇതൊക്കെ പഠിക്കേണ്ട പദങ്ങളാണ് കേട്ടോ. നിഷ്കളങ്കൻ എന്ന പദത്തെ പഠിക്കണം. ഹീബ്രു വേർഡ്സിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതിനെ. പോട്ടെ, ഞാൻ പറയുന്നില്ല. ഈ മനുഷ്യന്റെ ഭക്തി അവന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി. ഇന്ന് രാത്രി ബലം കിട്ടുന്നുണ്ടോ? ഒറ്റയ്ക്ക് വിശ്വാസം നിൽക്കുന്നത് കൊണ്ട് വളരെ കഷ്ടതയാ പാസ്റ്ററെ. ഭയങ്കര പാടാ. ഹസ്ബൻഡ് ഒന്നെങ്കിൽ വേറെ തിരിഞ്ഞ്, അല്ലെങ്കിൽ മക്കൾ വേറെ വഴിക്ക്, അല്ലെങ്കിൽ അമ്മായിപ്പനും അമ്മായിമ്മയും അല്ലെങ്കിൽ അവരൊക്കെ വേറെ വഴിക്ക്. ഭയങ്കര പോരാട്ടമാ. സാരമില്ല, വിശ്വസ്തയോട് ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? നിന്റെ കണ്ണുനീര്
ആമേൻ. ആ ദേശത്ത് വീണിട്ടുണ്ടെങ്കിൽ, ആ ഭവനത്തിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ, ആ കണ്ണുനീരിനെ ആദരിക്കുമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാകൊണ്ട്, അവൻ നീതിമാനാകൊണ്ട് അവൻ ആദരിക്കുമെന്ന് പറയുന്നതിൽ എനിക്കൊരു ലജ്ജയുമില്ല. ജീസസ്. യോബിനോട് ചോദിക്കണം, യോബിന്റെ ഭാര്യയുടെ പദം എന്തായിരുന്നു പാസ്റ്ററെ, അല്ലേ? അവിടെ അറിയാം അവിടെ വിശ്വാസം. പോയി ചാകെ മനുഷ്യ, നിനക്ക് ഇത്രയും കഷ്ടതകളും ദുരിതങ്ങളും വന്നിട്ട് വിശ്വാസം ഇപ്പോഴും മുറുകെ പിടിച്ചോണ്ടിരിക്കുന്ന മനുഷ്യ, പോയി ചാക്. അപ്പം മനസ്സിലായില്ലേ എന്തോ ഭക്തിയായിരുന്നുവെന്ന് ഭാര്യയുടെ. സ്തോത്രം. വിഷമം പറയാൻ പറ്റത്തില്ല, കാര്യം മക്കൾ പട്ടുപോയി, ഉണ്ടായിരുന്ന സമ്പത്തും പട്ടുപോയി. ആരാ പിന്നെ അങ്ങനെ പറയാതിരിക്കുന്നത്? അതാണ് വിശ്വാസത്തിൻ്റെ പക്വത, അറിഞ്ഞ സത്യത്തിൻ്റെ പക്വത, ഉറപ്പുള്ള വിശ്വാസം. ഭൂമി എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകത്ത് ഉണ്ടായെന്ന് വന്നാലും എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിക്കുന്നു, ഹി ഈസ് ദ ഓൺലി ഗോഡ്. അവൻ മാത്രമാ ആരാധ്യൻ, അവൻ മാത്രമാ ശ്രേഷ്ഠ ദൈവം. ആമേൻ. അതിനകത്ത് അടിയുറപ്പുണ്ടെങ്കിൽ നമ്മെ കരുതാൻ, പുലർത്താൻ, നടത്താൻ ദൈവം വിശ്വസിക്കും. ഞാൻ 22-ാമത്തെ വയസ്സ് വേലയ്ക്ക് ഇറങ്ങിയ, സുവിശേഷ വേലയ്ക്ക്. ഇപ്പോഴും ഞാൻ പറയാം, വീടില്ല, 2 പെങ്ങന്മാരുണ്ടായിരുന്നു. 22-ാമത്തെ വയസ്സ് കർത്താവിനെ വിളിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച ചോദ്യം, കർത്താവേ, റെസ്പോൺസിബിലിറ്റി ഇഷ്ടം പോലെ, അപ്പനെ നോക്കണം, 2 പെങ്ങന്മാരുണ്ട്, എന്താ ചെയ്യണ്ടേ? അന്ന് പ്രാർത്ഥനാ മുറി കയറി നെടുമ്പാട് വീണ് കരയുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ, നിൻ്റെ സകല ഭാരവും എൻ്റെ മേൽ വെച്ചു കൊടുക്കുക.